ശ്രുതിയുടെ മോനെ അവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ ചേർത്തിരിക്കുകയാണ് കേട്ടോ. ശ്രുതിയുടെ അമ്മയും മകനും മറ്റാരെയും കണ്ണിൽ പെടാതെയാണ് എന്നും അങ്ങോട്ടേക്ക് പോവുകയും വരികയൊക്കെ ചെയ്യാറ്. കാരണം നമ്മുടെ സച്ചിക്കും രേവതിക്കും ഇവരെ കണ്ടുപരിചയമുണ്ടല്ലോ. അത് മാത്രമല്ല, ഇവരെ കണ്ടാൽ തന്നെ എപ്പോഴും അവര് ഇവന്റെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് പിടികൊടുക്കാതെ മുങ്ങി നടക്കാണ്. ഈ സമയത്ത് ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ രവിക്കും എല്ലാം ഇവരെ അറിയാലോ. അതുകൊണ്ട് തന്നെ ഇവര് പേടിച്ചാണ് ആ സ്കൂളിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു ബുധനാഴ്ച ദിവസം ശ്രുതിയാണ് ഇവനെ കൊണ്ടുവിടാനായിട്ട് സ്കൂളിലേക്ക് വരുന്നത്. അവന്റെ നിർബന്ധപ്രകാരമാണ് വരുന്നത്. അങ്ങനെ സ്കൂളിന്റെ ഗേറ്റിലേക്ക് എത്തുമ്പോഴാണ് ആ കാഴ്ച കണ്ട് ശ്രുതി ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താന്ന് വെച്ചാല് രവിയാണെങ്കിൽ ദാ സ്കൂളിലേക്ക് കയറി പോന്നു. അവള് പോയിട്ട് വാച്ച്മാനോട് ചോദിക്കാണ്, അല്ല അയാളെന്താ ഇവിടെ, അയാളെന്തിനാ അങ്ങോട്ടേക്ക് പോന്നേ? പിന്നെ ആ സാറ് എല്ലാ ബുധനാഴ്ചയും ഇങ്ങോട്ട് വരും, എന്തോ ആവശ്യത്തിനോട് വരുന്ന, എന്താ കാര്യമൊന്നും എനിക്കറിയില്ല മാഡം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവൾ അകത്തേക്ക് കുട്ടിയെ കയറ്റിട്ടിട്ട് പെട്ടെന്ന് പോവാൻ നോക്കുന്നുണ്ട്. അമ്മ പോവുകയാണോ? ടീച്ചറിനെ കാണാമെന്ന് പറഞ്ഞിട്ട് വരുന്നില്ലേ? ടീച്ചർ അമ്മയെ കാണുമെന്ന് പറഞ്ഞിരിക്കാം. മോനെ, അമ്മ നാളെ വരാം, ഇന്നേ അമ്മയ്ക്ക് സമയം പോയി, ദേ അമ്മേനെ ജോലി സ്ഥലത്ത് നിന്ന് വിളിച്ചുകൊണ്ടിരിക്കാന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് മുങ്ങുന്നുണ്ട്. എന്നിട്ട് ഓർക്കാണ്, ഇയാളെന്തിനാ ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നത്? ഈശ്വര, പ്രശ്നങ്ങളെല്ലാം അടുത്തടുത്ത് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം അച്ഛൻ ജയിലിലായെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുക, ഇളയച്ചനാണെന്നും പറഞ്ഞ ആളും അങ്ങോട്ടേക്ക് പോയെന്ന് പറഞ്ഞു. എല്ലാ തരത്തിലും ഞാൻ ആകെപ്പാട് ലോക്കായ അവസ്ഥയിലാണല്ലോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ശേഷം നമ്മുടെ അച്ഛനെ കാണാനായിട്ട് എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അച്ഛനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് രേവതിയും സച്ചിയും വരുന്നുണ്ട്. രേവതി സച്ചി അങ്ങോട്ടേക്ക് വരുന്ന സമയത്താണ് ഇവനെ വൈകിട്ട് വിളിക്കാനായിട്ട് ശ്രുതിയുടെ അമ്മ ആ കുട്ടിയെ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരെ കണ്ടപാടെ സച്ചിയാണെങ്കില്, ആഹാ, ഇത് ആ പയ്യനും ആ അമ്മയുമല്ലേ, നിങ്ങൾ എവിടെയാണ് താമസം? പിന്നെന്താ ഞങ്ങളെന്ന് അറിയിക്കാഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ മോനെ, അത് പിന്നെ ഞങ്ങൾ കുറച്ചായിട്ടുള്ള ഇവിടെ വന്നിട്ട്. ഇവൻ ഈ സ്കൂളാണ് പഠിക്കുന്നേ? അതേ മോനെ, ഈ സ്കൂളാ. എന്റെ അച്ഛന് ഇവിടെ ഉണ്ട്, ഞങ്ങൾ കാണാനായിട്ട് വന്ന ഒരു അത്യാവശ്യ കാര്യം പറയാൻ. അദ്ദേഹം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ശരി മോനെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒഴിവാൻ ശ്രമിക്കുന്നുണ്ട്. സച്ചി ചോദിക്കാണ്, അല്ല ഇവന്റെ അമ്മ എവിടെയാ? അമ്മ ഇതുവരെ വന്നില്ലേ? അത് പിന്നെ അവര് വന്നിരുന്നു, ഇവന്റെ അമ്മ വന്ന് ഇവനെ ഇങ്ങോട്ടേക്ക് ചേർത്തിട്ട് പോയതാ. വീണ്ടും പോയോ? വീണ്ടും പോയി. ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റില്ലല്ലോ, നിങ്ങളൊന്ന് അറിയിച്ചുവിടായിരുന്നു എന്ന് ചോദിക്കാണ്. അങ്ങനെ ധൃതിയുണ്ടെന്നും പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ്. രേവതി പറയുന്നുണ്ട്, ഞാൻ അന്നേ പറഞ്ഞില്ലേ സച്ചേട്ടാ, അവർക്ക് എന്തോ കള്ളത്തരമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവർ എപ്പോഴും ഇങ്ങനെ നമ്മുടെ അടുത്തുനിന്ന് ഉരുണ്ട് കളിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയും തോന്നുന്നു. അവരെ കണ്ടോ, ആ മോനും എന്തൊക്കെയോ മിണ്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ മിണ്ടിക്കാൻ സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അവർ നമ്മുടെ മുമ്പിൽ നിന്നും ഒഴിഞ്ഞു മാറി പോയത് കണ്ടോ, എന്തോ കള്ളത്തരമുണ്ട്. അമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം അവരെന്തൊക്കെയോ ഉരുണ്ട് മറിയാണ്. എനിക്കൊരു സംശയം സച്ചിയേട്ടാ. എന്താ നിന്റെ സംശയം? അത് പിന്നെ ഇത് നിങ്ങളുടെ ചേട്ടന്റെ കുട്ടിയെങ്ങാണോ ആണോ? ചേട്ടന്റെ കുട്ടിയോ? ആ സുധിയേട്ടന്റെ, അയാളുടെ കുട്ടിയാണോ? ഇനി അയാൾക്ക് നീലിമയ്ക്ക് ഉണ്ടായ കുട്ടിയെങ്ങാണോ ആണെങ്കിലോ? നീലിമ ഇപ്പം ഗൾഫിലല്ലേ, ഇപ്പം നീലിമയ്ക്കുണ്ടായ കുട്ടിയാണെന്നെങ്കിലോ? നീ പറഞ്ഞപ്പോ എനിക്കും ചില സംശയമൊക്കെ തോന്നുന്നുണ്ട് രേവതി. നീലിമയുടെ കുട്ടിയായിരിക്കും, അതായിരിക്കും അവർ ഗൾഫിലാന്ന് പറഞ്ഞത്. നമ്മളെ മറച്ചു വെക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിലോ? സുധി കള്ള, അവന് വേറെ കുഞ്ഞുണ്ടല്ലേ സച്ചേട്ടാ. ഞാൻ വെറുതെ ഒരു സംശയം പറഞ്ഞതാ. ഇനി അത് പോയി അവിടെ വിളമ്പി അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ? പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ സത്യമാണെങ്കിലേ എനിക്ക് ഒന്ന് അറിയണം. അമ്മയുടെ പുന്നാര മോന്റെ ഈ സംഭവങ്ങളെല്ലാം എനിക്ക് എല്ലാരെയും തുറന്നു കാണിക്കണമെന്ന് അവൻ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ വന്ന കാര്യം നോക്കാം, അച്ഛനെ കണ്ടിട്ട് പോകാന്നും പറഞ്ഞിട്ട് ഇവർ നേരെ അച്ഛനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇവരുടെ സ്കൂളിലെ PTA മീറ്റിംഗ് വന്നിരിക്കുകയാണ്. പേരൻസ് മീറ്റിംഗ് വന്നപ്പോഴേക്കും ഇവൻ പറയുന്നുണ്ട്, അമ്മ തന്നെ വരണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ശ്രുതിയുടെ അമ്മ അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. മോനെ, അമ്മ തിരക്കല്ലേ, അമ്മയ്ക്ക് വരാൻ പറ്റില്ല. എന്താ അമ്മേ, എന്റെ ടീച്ചർ എന്നെ വഴക്ക് പറയുക, അമ്മ വരുന്നില്ല, എപ്പോഴും വല്യമ്മയാ വരുന്നത്, അമ്മ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് അവര് ബഹളമാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ അമ്മ മകനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും അവൻ ഒന്നുകൊണ്ട് ഏക്കാത്തതുകൊണ്ട് തന്നെ ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ശ്രുതി പറയാണ്, അമ്മേ ഞാനിപ്പോ എങ്ങനെ വരാനാ, പാർലറിൽ നല്ല തിരക്കാ. മോളെ അവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഒന്ന് വന്നിട്ടൊന്ന് പോവോ, പെട്ടെന്ന് പോയിക്കോ. ശരി ഞാൻ വരാന്നും പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് വരുന്നുണ്ട്. ശ്രുതി വന്ന പാടെ, എന്താ മോനെ ഇത്, അമ്മ പറഞ്ഞിട്ടില്ലേ, അമ്മയ്ക്ക് ബിസിയല്ലേ, അമ്മ അവിടെ ജോലിയില്ലായിരുന്നോ? അമ്മേ, എന്റെ ടീച്ചറിനെ ഭയങ്കര വഴക്കാ,
അമ്മ വരുത്തോ അന്വേഷിക്കത്തൊക്കെ ഇല്ലെന്നും പറഞ്ഞ് എല്ലാവരും മുമ്പിൽ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞു. അമ്മ ഒന്ന് വന്നിട്ട് പോവോ എന്ന് ചോദിക്കാണ്. ശ്രുതിയാണെങ്കിൽ ആ എന്നാ ശരി വാ എന്നും പറഞ്ഞിട്ട് അവനെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇവള് സ്കൂളിലേക്ക് കയറി അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അവിടെ നിന്നും സച്ചിയും രേവതിയും ഈ കാഴ്ച കാണുന്നത്. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇത് അങ്ങോട്ട് നോക്കി, അത് അവനല്ലേ? ആണല്ലോ, അത് ആ കുട്ടിയാണല്ലോ. അല്ല, ആ പോകുന്ന പാർലേട്ടത്തിയല്ലേ? അതെ, അത് തന്നെ. വന്നേ, നീ ഒന്ന് വന്നേന്നും പറഞ്ഞ് സച്ചി അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. പൗഡറേട്ടത്തി എന്നും പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ശ്രുതി ഞെട്ടിത്തിരിഞ്ഞ് നോക്കാണ്. സച്ചിയും രേവതിയും കണ്ട് ആകെപ്പാടെ അവൾ വല്ലാണ്ട് വേർക്കുന്നുണ്ട്. അല്ല ശ്രുതി, നീ എന്താ ഇവിടെയെന്ന് ചോദിക്കാണ് രേവതി. അത് പിന്നെ ഞാൻ ഈ കുട്ടിയെ കൊണ്ട്. അല്ല, ഈ കുട്ടി എനിക്കറിയാലോ. അല്ലടാ, നിന്റെ വല്യമ്മ എന്തേ? വല്യമ്മയല്ലേ എപ്പോഴും കൊണ്ടുവിടാറ്? അത് പിന്നെ എന്നെ ടീച്ചർ പറഞ്ഞു അമ്മ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് അത് പിന്നെ ഇവന്റെ അമ്മയും കൊണ്ട് വരണമെന്ന് പറഞ്ഞ് ടീച്ചർ ഭയങ്കര ബഹളമായിരുന്നു. അതും പറഞ്ഞ് ഇവന്റെ വല്യമ്മയായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി, അതുകൊണ്ട് ഞാൻ ഇവന്റെ കൂടെ വന്നതാ. അല്ല, ഇവന്റെ അമ്മേനെ ടീച്ചറിന് അറിയില്ലേ? ഏയ്, അവര് കണ്ടിട്ടില്ലല്ലോ, അവള് ഗൾഫിലല്ലേ. അതുകൊണ്ട് ഞാൻ തന്നെ ഇവന്റെ അമ്മയായിട്ട് പോവാന്ന് കരുതി. പാവം കുട്ടി എല്ലാവരും മുമ്പിൽ വെച്ച് ടീച്ചർ വഴക്ക് പറഞ്ഞെന്ന് അത് കേട്ടപ്പോ എനിക്ക് സങ്കടം വന്നു രേവതി. അതുകൊണ്ട് ഞാൻ ഇവനെ കൊണ്ട് പോവാന്നോർത്തായിരുന്നു. രേവതി പറയാണ്, ആ എങ്കിലും നിനക്ക് അങ്ങനെ മനസ്സ് തോന്നിയല്ലോ, അതന്നെ നല്ല കാര്യം. അല്ലടാ കൃഷി, നിനക്ക് എന്നെ ഇങ്ങോട്ട് വിളിച്ചൂടെ? ഞാൻ വരത്തില്ലായിരുന്നു നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട്? നിന്റെ PT വിനെയൊക്കെ ഞാൻ വരില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. കൃഷി എന്നുള്ളത് തമിഴിലെ പേരാണ് കേട്ടോ. അങ്ങനെ അവനോട് പറയുമ്പോൾ അവനും ഒന്നും മിണ്ടാതെ ശ്രുതിയെ നോക്കുന്നുണ്ട്. നിങ്ങൾ എന്താ സച്ചി ഇവിടെ? ഒന്നുമില്ല, അച്ഛൻ ഇന്നിവിടെ വരുന്ന ദിവസമല്ലേ, ബുധനാഴ്ചയല്ലേ, അതുകൊണ്ട് ഞങ്ങളൊന്ന് കണ്ടു പോകാമെന്ന് കരുതി വന്നതാ. അപ്പം ശ്രുതി മനസ്സിലോർക്കാണ്, ഈശ്വര ഇന്ന് ബുധനാഴ്ചയാണോ? അപ്പം അങ്കിളോട് കാണുമല്ലോ, ഇനി അയാളെ കൂടി ഞാൻ മാനേജ് ചെയ്യണോ എന്ന് ഓർക്കുന്നുണ്ട്. എന്തായാലും ശ്രുതി, നീ വന്ന കാര്യം നടക്കട്ടെ, നീ പോയിക്കോ. ഞങ്ങൾ എന്തായാലും അച്ഛനെ കണ്ടിട്ട് ആ വഴി അങ്ങ് പോവെന്ന് രേവതി പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി പേടിച്ചു വിറച്ച് അവനെയും കൊണ്ട് അകത്തേക്ക് പോവാണ്. സച്ചി പറയുന്നുണ്ട്, അല്ല രേവതി, ഇതിലെന്തോ ഒരു കള്ളത്തരവില്ലേ? എന്ത് കള്ളത്തരവാ സച്ചിയേട്ടാ? അല്ല, നീ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ ഇത് സുധീരെ കുട്ടിയാൻ ചാൻസ് ഉണ്ടെന്ന്? അതെ, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് സുധീരെ കുട്ടിയല്ല, ഇനി ഒരു പക്ഷേ ശ്രുതിയുടെ കുട്ടിയാണെങ്കിലോ? എന്തായിട്ടാ ഈ പറയുന്നത്? അവളുടെ കുട്ടിയോ? ഇത്രയും വലിയ കുട്ടിയാണോ അവക്കുള്ളത്? ഏട്ടൻ എന്തൊക്കെ പറയുന്നേ? അവള് പറഞ്ഞ തന്നെ പാവം തോന്നിയപ്പം ചെയ്തതായിരിക്കും. ഈ സമയത്ത് ഞാൻ അവിടെ ചെന്നെങ്കിലും ഞാനും അങ്ങനല്ലേ കാണിക്കുള്ളൂ. അതെന്തോ നല്ല മനസ്സിന്ന് ശ്രുതിക്ക് തോന്നി, അത്രേ ഉള്ളൂ. ഇനി വെറുതെ തല ഉണ്ടാക്കണ്ട, നമുക്ക് അച്ഛനെ കണ്ടിട്ട് നമുക്ക് പോവാന്നും പറഞ്ഞിട്ട് രേവതി സച്ചിയെ മുട്ടി പോകുന്നുണ്ട്. അങ്ങനെ പേരൻസ് മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് ശ്രുതി തിരികെ വരുന്നുണ്ട്. അങ്ങനെ അവള് ഒരു വിധത്തിൽ അവനെ കൊണ്ടുവന്ന് വീട്ടിലേൽപ്പിച്ചിട്ട് അവൾ തിരികെ പോവാണ് കേട്ടോ. ഇവന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം സച്ചി രേവതിയോട് പറയുന്നുണ്ട്, എങ്കിലും രേവതി, എവിടെയൊക്കെയോ എനിക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നു. ശ്രുതിയുടെ ചെറിയച്ചെന്ന് പറയുന്ന ആളില്ലേ, അയാള് എനിക്ക് നല്ല സംശയമുണ്ട്. അയാൾ എവിടെയൊക്കെ വെച്ച് കണ്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, അതും കഴിഞ്ഞിട്ട് ഇപ്പോതാ അവളുടെ അച്ഛൻ ജയിലിലാണെന്ന്, എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേട് പോലെ. അതിനുകൂടെ ആ പയ്യനും ആ അമ്മയും എപ്പോഴും നമ്മുടെ അടുത്തുനിന്ന് എന്തോ മറക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിരുന്നില്ലേ? അതൊരു പക്ഷേ ശ്രുതിയാണെങ്കിലോ? എന്നെ പൊന്ന് സച്ചിയേട്ടാ, സച്ചിൻ അതൊക്കെ ആലോചിച്ച് തല ഉണ്ടാക്കണ്ട. അതൊന്നും ആയിരിക്കില്ല. ചിലപ്പോ ശ്രുതി പറഞ്ഞതായിരിക്കും സത്യം. അവള് പോയപ്പോ കരഞ്ഞോണ്ടിരിക്കുന്നത് കണ്ടിട്ട് അവൾക്ക് വിഷമം തോന്നി കൊണ്ടുപോയതായിരിക്കും. എന്തോ വരട്ടെ, എന്തായാലും പൗഡർ ഇടത്തേക്ക് എന്തൊക്കെയോ കള്ളത്തിനുണ്ട്. അത് ഞാൻ വൈകാതെ കണ്ടുപിടിക്കും എന്ന് സച്ചി രേവതിയോട് പറയുന്നുണ്ട്.